നമ്മളിന്ന് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ സെറ്റപ്പാണ് നോക്കുന്നത്. നമ്മളിതിൽ എങ്ങനെ എൻട്രി എടുക്കാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. നമ്മളുടെ ബ്രേക്ക് പോയിന്റ് HLC സ്കാനർ ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനെ നമ്മൾ ഈത്തോസ് ലിമിറ്റഡ് ആണ് എടുത്തിരിക്കുന്നത്. ഈത്തോസ് ലിമിറ്റഡ് നമുക്ക് വന്നത് 916 അതിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഹൈയും ലോവും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം സെക്കൻഡ് ക്യാൻഡിലും 5 മിനിറ്റ്സ് ക്യാൻഡിലും ക്ലോസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അതിന്റെ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്കിവിടെ കൺവിക്ഷൻ കിട്ടുന്നത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് മണി പ്രോ ഇൻഡിക്കേറ്റർ ആണ്. സ്മാർട്ട് മണി പ്രോ ഇൻഡിക്കേറ്റർ അറിയാം, സ്മാർട്ട് മണിയുടെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അതൊരു ഡ്രൈ ആയിട്ട് കാണിക്കുന്നു നമുക്കിവിടെ. അപ്പൊ നമുക്ക് അതും കൺഫേംഡ് ആണ്. ഇവിടെ സ്മാർട്ട് മണിയുടെ ആക്ടിവിറ്റി 9:15 മുതൽ ഇല്ല. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്യാൻഡിൽ അതായത് 9:25 നമുക്ക് എൻട്രി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് SL വരുന്നത് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ആണ്, അതായത് 1% വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1:2 1:3 റേഷ്യോയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏകദേശം ഇവിടെയും വരും. ഞാനിപ്പോ സപ്പോർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗിനനുസരിച്ചാണ്. നമുക്ക് ഇതിൽ പല രീതിയിൽ എക്സിറ്റ് പ്ലാൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ബേസിസിൽ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉപയോഗിച്ചും നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാം. നമ്മൾ ഇതുപോലുള്ള സെറ്റപ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. കൂടാതെ ബ്രേക്ക് പോയിന്റ് സ്കാനറുകളെ കുറിച്ചും സ്മാർട്ട് മണി ഇൻഡിക്കേറ്ററിനെ കുറിച്ചും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ബയോയിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഞങ്ങളെ മെസ്സേജ് ചെയ്യാം.